അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മുടെ നനച്ചുള്ളിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണും സ്റ്റോർ റൂമും ഒക്കെ പാടെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് വിടുന്നത് ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു 2-3-4 ദിവസം കൊണ്ട് തീർത്ത വീഡിയോസാണ്, എടുത്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഒന്നിച്ച് വിടുന്നതിനേക്കാൾ സുഖം നിങ്ങൾക്ക് കാണാനും ഒക്കെ നല്ലത് കുറച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ചാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂം ക്ലീൻ ചെയ്താലാണ് അടുക്കളയുടെ ക്ലീനിങ് പൂർത്തിയാവും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാൻ ആയതുകൊണ്ട് ഇതാ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ അങ്ങനെ ബോട്ടിലേക്കൊന്നും ആക്കി കൊടുക്കാതെ അങ്ങനെ അതിലേക്ക് കൊണ്ടുപോയി കുത്തി നിറച്ചിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂം ആകെ എന്തോ പോലെ ആയി കിടക്കാണ്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും കാണുന്നത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോർ റൂമത്തെ റാക്കുമ്പത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കിച്ചൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ സ്റ്റോർ റൂം ആദ്യം തന്നെ ഇങ്ങോട്ട് നിൽക്കുക. നമ്മുടെ കിച്ചണും സ്റ്റോർ റൂമും ശരിയാക്കാനാണ് കേട്ടോ ഒരുപാട് സമയം പിടിക്കുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ സ്റ്റോർ റൂമും കിച്ചണും അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കേട്ടോ, എന്നിട്ട് മതി നമ്മുടെ ബാക്കി ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ നമ്മൾ ആ ഉഷാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ അടുക്കളയിൽ വന്നാൽ പിന്നെ പറയണ്ട കേട്ടോ, ദേഷ്യം വന്ന് ആകെ അൽക്കുൽക്കാവും. എന്തായാലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ണും ചിമ്പി പണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർ റൂമിൽ ഇങ്ങനെ റാക്കാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഗ്ലാസിൻ്റെ ഒരു എന്താ പറയുക റാക്കും കൊടുത്തിട്ടുണ്ട്. കാരണം എത്ര വെച്ചാലും ഈ സ്റ്റോർ റൂം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ലെവൽക്ക് കിട്ടണമെങ്കിൽ അതൊക്കെയാണ് ആ സ്റ്റാൻഡ് എന്തായാലും നിർബന്ധിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് അവിടെ തട്ടിങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അതിമേ വെച്ചിരുന്നു, ഡിന്നർ സെറ്റ് അങ്ങനത്തെ ഒക്കെ പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റുന്ന പാത്രങ്ങൾ. ഒരാൾ വന്നാൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം തന്നെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വന്നാൽ എടുക്കാനൊക്കെ പറ്റുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആ ഗ്ലാസ് സ്റ്റാൻഡിന്മേൽ ഞാനിങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ലാസ്റ്റ് പിന്നെന്താണ് എല്ലാ ഭാഗവും ഒഴിക്കാനായിരുന്നു കേട്ടോ ആദ്യത്തെ പദ്ധതി. പിന്നെ വിചാരിച്ച് വേണ്ട, ഓരോ ഭാഗങ്ങൾ ഒഴിച്ചിട്ട് അതിങ്ങനെ തുടച്ച് കൊടുക്കാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം മുകളിലത്തെ റാക്ക് ആണ് തുടച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമേ ഞാൻ ഷീറ്റൊന്നും വെച്ചിട്ടില്ല, ബാക്കി രണ്ടെണ്ണത്തും ഇങ്ങനെ ഷീറ്റ് വിരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഷീറ്റും പിന്നെന്താ സ്റ്റോർ റൂമിൻ്റെ പെയിൻറ്റും ഒക്കെ ഈ കളറായതുകൊണ്ട് ഒരു ഇരുട്ട് തോന്നുന്നുണ്ടല്ലേ. നമുക്ക് വൈറ്റൊക്കെ അടിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പല പരിപാടിയും ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സാവകാശം ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഞാനിതാ അതൊക്കെ റെഡിയാക്കിയിട്ട് മേലത്തെ തട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേൽ കുറച്ച് പാത്രങ്ങളാണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ ബാക്കൊക്കെ ഞാൻ കുറച്ച് എടുക്കാത്ത പാത്രങ്ങൾ വെക്കുന്നുണ്ട്. എടുക്കാത്തത് മീൻസ് നമ്മൾ കാസറോള് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ എടുത്തിരുന്നു, പക്ഷേ അതൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിവാക്കാനും തോന്നുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, നമുക്ക് ഒഴിവാക്കാനും വയ്യ, ഒഴിവാക്കാതിരിക്കാനും വയ്യ, എടുക്കാനും വയ്യാന്നില്ല തോതില്ല പാത്രങ്ങൾ. അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കണം. കാരണം എനിക്ക് ഇഷ്ടമല്ല കാസറോളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്ക് സങ്കടമൊന്നുമില്ല കേടന്നില്ല. എന്നാലും അതിപ്പോഴും കുഴപ്പമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അടപ്പിന് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് റെഡിയാക്കണം. അതിനൊക്കെ നമ്മളുണ്ട് ഇറങ്ങണേ. പക്ഷേ എനിക്ക് അതിനൊന്നും തോന്നൂല കേട്ടോ. മനസ്സിലിങ്ങനെ വിചാരിക്കും പോകണം ശരിയാക്കണം എന്നൊക്കെ. ഏതായാലും ആ റാക്കാണ്ട് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കാൻ വെള്ളം ആദ്യം ഞാൻ ചൂലുകൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചു വാരി കൊടുത്തിരുന്നു. പിന്നെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആ അരുവൊക്കൊന്നും എപ്പോഴും നമ്മളെ കൈയൊന്നും എത്തൂല, മുകളിലല്ല ഇങ്ങനെ കയറി മറിഞ്ഞ് തുടക്കണം. ആയതുകൊണ്ട് തന്നെ ഞാൻ അത് നല്ലോണം ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാത്രങ്ങൾ എടുത്തിട്ട് അതും അങ്ങനെ തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ എന്ത് കാട്ടി നല്ലോണം കഴുകിയിട്ട് തന്നെയാണ് തുടച്ച് തിരിച്ച് വെച്ചത്. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും അധികം ഇങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പ്രാവശ്യം നിൽക്കുന്നത്. ഞാൻ മേലത്തെ തട്ടിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടും തുടച്ചിട്ടും ഒക്കെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടോ. ഇനി വേണ്ടത് നമുക്ക് താഴത്തെ ബോട്ടിലുകളാണ് കേട്ടോ. താഴത്തെ ബോട്ടിലുകൾ ഞാനൊക്കെ മാറ്റിയിട്ട് ഈ കിച്ചണിൻ്റെ ടേബിൾ ഉണ്ടല്ലോ അതിന്മേൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഒരു ഡിസ്പോസിബിളിൻ്റെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ എന്താ പറയുക വാങ്ങാൻ കിട്ടും ചെറിയ പാത്രങ്ങളൊക്കെ കേട്ടോ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ ഞാൻ അങ്ങനത്തെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ കേട്ടോ. എന്നാൽ നമുക്ക് എന്താ പറയുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും ചെയ്യാം. പിന്നെ കുറച്ച് കട്ടിങ്ങാനുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് വെക്കലാണ്. കാരണം ഇങ്ങനെ ബോട്ടിലുകളൊക്കെ എപ്പോൾ കഴുകുകയാണെങ്കിൽ നമ്മൾ ആ പാത്രത്തിലേക്കാണ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പേപ്പറോ കാര്യങ്ങളോ എടുക്കേണ്ടതില്ല, നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ആ പാത്രങ്ങൾ ഇട്ട് കൊടുക്കാനും കഴിയും. അങ്ങനെ ഞാൻ കുപ്പിയിട്ടതൊക്കെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടണ ബോട്ടിലാണ് കേട്ടോ, ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ
എടുക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ എന്താ പറയുക, ഈ പഞ്ചസാര, പിന്നെ നമ്മുടെ ബിരിയാണി അരി, എന്താ മന്തി റൈസ്, അങ്ങനെ അരി ഉണ്ടല്ലോ, ബസുമതി റൈസ്, അതൊക്കെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബോട്ടിൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ കഴുകാനായത് നന്നായി എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഞാൻ നല്ലോണം സോപ്പിട്ടിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ എന്തായാലും ഒരുപാട് എന്താ പറയുക മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നനച്ചുള്ളിക്കാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ അത് വൃത്തിയായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ നല്ലോണം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതൊക്കെ കേൾക്കിയിട്ട് മേശമേ തന്നെ ഇങ്ങനെ കമഴ്ത്തി വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വാർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ രണ്ടാം തട്ടത്തെ പരിപാടികളും ഇതേപോലെ തന്നെ ഫുള്ള് ബോട്ടിലും പാത്രങ്ങളും എടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം കിച്ചണിലേക്ക് നിന്നവർക്കൊക്കെ പണികളൊക്കെ ഇപ്പോൾ ഈസി ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആദ്യം കിച്ചണിലേക്ക് നിന്നവർക്കായിരിക്കും നല്ല ഈസിയിൽ പണിയെടുക്കാൻ കഴിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ലാസ്റ്റ് കിച്ചണിലേക്ക് നിൽക്കുമ്പോഴാണ് ആകെ നമുക്ക് പണി പാളിയതായിട്ട് തോന്നും കേട്ടോ. കാരണം എന്തായാലും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടാവും, കുഴങ്ങിയിട്ടുണ്ടാവും, ആകെ ദേഷ്യം വരൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. മക്കളും കുട്ടികളും ഒക്കെ എല്ലാവർക്കാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ. അവർക്ക് എന്താ ചെയ്യാന്നല്ല, കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒഴിവായിട്ടുണ്ടാവും, എക്സാം തിരക്ക് അതും നോക്കണം, ഒക്കെ പാടെയാവുമ്പോൾ എന്താ പിന്നെ മുന്നെടുത്ത് വെച്ചവർക്ക് ചിലപ്പോൾ ഈ ടൈമിലൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും ഇതൊക്കെ കുറച്ച് മുന്നെടുത്ത് വെച്ചിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ എനിക്കറിയാം, നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് നിന്നാൽ എവിടെയും എത്തില്ല എന്നില്ലേ. കാരണം എല്ലാവരും എടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു ബേജാറാണ്. അപ്പോൾ നമ്മൾ ആകെ ചാടിക്കുഴഞ്ഞിട്ടായിരിക്കും അപ്പോൾ പണിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് മുന്നെടുത്തവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാവുക നനച്ചുള്ളി. അപ്പോൾ പിന്നെ ഞാൻ ഈ ട്രേയും കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ട്രേയിലാണ് കേട്ടോ കുറച്ച് ബോട്ടിലുകൾ വെക്കൽ. കാരണം നമ്മുടെ ഈ എണ്ണ, നെയ്യ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുമല്ലോ, അത് ഞാൻ ഈ ട്രേയിലാണ് കേട്ടോ വെച്ച് കൊടുക്കൽ. എന്നാൽ പിന്നെ ആ ഷീറ്റിക്കും ഒന്നും ആവില്ല. അങ്ങനെ ആ ഏരിയയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഡിന്നർ സെറ്റ്, ഗ്ലാസ്, അത് വെക്കാനുള്ള ആ തട്ടിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. കാരണം അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കഴുകി വെക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തുറക്കാൻ നിന്നപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടും, കാരണം കുറേ ചെറിയ ചെറിയ പാത്രങ്ങളും അതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം എടുക്കണം. അന്ന് മനസ്സിലങ്ങനെയാണ് കേട്ടോ, ഇതൊക്കെ ഒന്ന് വേഗം എടുത്ത് കഴിഞ്ഞെങ്കിൽ ഒന്നെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഇനി അത് കഴിഞ്ഞെങ്കിൽ ഇത് കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കൽ തുടങ്ങുകയും ചെയ്യും. തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് ആകെ ഒരു ബേജാറും ബെത്തപ്പാടൊക്കെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ ഇങ്ങനെ തുടച്ചിട്ട് ഒരു എന്താ പറയുക, നമ്മൾ മേലത്തെ തട്ട് തുടച്ചിരുന്നല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഗ്ലാസ് തട്ട് തുടച്ചിട്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ തന്നെ തീർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നായിട്ട് കാണുമ്പോൾ നമുക്കാണെങ്കിൽ തന്നെ ആകെ എന്തോ മാതിരി തോന്നും കേട്ടോ. വലിച്ചിട്ട് കണ്ടാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു തീരാത്ത മാതിരിയൊക്കെയാണ് പിന്നെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഓരോ ഭാഗം എടുത്തിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ വെക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ ആ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത തട്ടിലേക്ക് നീങ്ങിട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ അരികൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബക്കറ്റുകളിലാണ് ഞാൻ അരികൾ ഇട്ട് വെക്കുന്നത്. അതിന് സെപ്പറേറ്റ് ബോട്ടിലുകളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം സോപ്പ് പൊടിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല ബക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ അതിൽ അരി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോർ റൂമിൽ അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ അരിപ്പൊടി, മട്ടരി, പച്ചരി, അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ ബക്കറ്റുകളിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇതിന് അടപ്പുള്ളത് കൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് വിചാരിച്ചു, ഓരോ ബക്കറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റ് ഫസ്റ്റ് എടുത്തിട്ട് അതിലരി ഞാനൊരു എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുറ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിൽ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ബക്കറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച അരി ഞാൻ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ബക്കറ്റ് മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ഓരോന്നും കഴുകിയിട്ട് ഞാൻ നല്ലോണം തുടച്ചിട്ട് നമ്മളിങ്ങനെ അരി അതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പണി നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ തോന്നി. അപ്പോൾ കഴുകണ നേരത്തെ തന്നെ നമ്മുടെ പിന്നെ അതിക്കന്നെ ബക്കറ്റുകളോ അങ്ങനെ പാത്രങ്ങളൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല തുടച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും പൂപ്പലോ അതൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നല്ലോണം തുടച്ച് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് നല്ലോണം തുടച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അത് ഞാൻ
ഇതേപോലെ തന്നെ ബാക്കി ബക്കറ്റുകളൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഈസി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നമ്മൾ എല്ലാ ബക്കറ്റും ആദ്യം തന്നെ ഓരോ പേപ്പർക്ക് അരിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അതൊക്കെ ഇങ്ങനെ നമുക്ക് ആകെ മേശമൊക്കെ നിറച്ച് അരിയും പൊടിയും അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം കഴുകി ആദ്യം അതിലേക്ക് അടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അതെടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്തപ്പോൾ അതും എനിക്ക് നല്ല അടിപൊളിയായിട്ട് വേഗം കഴിഞ്ഞതായിട്ട് തോന്നിട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. പിന്നെ ഈസി എങ്ങനെ വെച്ചാൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇത് തോന്നുമല്ലോ, അങ്ങനെയാണ് കഴിയാന്നുള്ളത്. അതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ തീർത്ത് കൊടുക്കൊണ്ട് കേട്ടോ. എന്തായാലും നല്ല ഉഷാറായി, ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റോർ റൂം കിട്ടിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അടിയത്തെ തട്ടും ഇങ്ങനെ ഒക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ എന്താ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് ഡോറ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനലുണ്ട്, ജനലുമ്പോൾ ഞാനിതാ തുടച്ചിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വെക്കലുണ്ട്. കാരണം നമ്മളെ പുട്ടിൻ്റെ പാനി കുറ്റി, പിന്നെ നമ്മൾ ചതക്കുന്നത് നമ്മുടെ എന്താ നൂൽപുട്ടിൻ്റെ അച്ച്, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് കഴുകി വെച്ചിരുന്നു. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, ഒരുപാട് നേരം വേണം കേട്ടോ നമ്മുടെ സ്റ്റോർ റൂം വൃത്തിയായി കിട്ടിയപ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോസ് ഫുള്ളായിട്ടാണ് എടുത്തിട്ടാൽ ഒരുപാട് ടൈം പിടിക്കും വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് കട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഇതിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നറിയാനും ഒക്കെ വേണ്ടി. സ്റ്റോർ റൂമത്തെ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. കോലപ്പോൾ കണ്ടില്ലേ, ബക്കറ്റിലൊക്കെ ഞാൻ അരിയൊക്കെ അങ്ങോട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ബക്കറ്റ് ഒഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടിയൊക്കെ ഇനി ഇട്ട് കൊടുക്കണം. പിന്നെ മുളക്, മഞ്ഞൾ അതൊക്കെ ഞാൻ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിലൊന്നും ഒഴിച്ചില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സ്റ്റോർ റൂമൊക്കെ ഞാനിതാ മേലത്തെ തട്ടിലുള്ളതൊക്കെ അതേപോലെ തന്നെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ജനലുമ്പത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിന്നർ സെറ്റ് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ തുടച്ചുകൊണ്ട് അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ കൗണ്ടർ ടോപ്പും മേശമ്മയും ഒക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ടാണ് കഴുകിയിട്ട്. ഇനി അതൊക്കെ സാവകാശത്തിൽ നമുക്ക് ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നും എടുത്തിട്ടാണ് കേട്ടോ പിന്നെ വൃത്തിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം വിശപ്പുണ്ടായിരുന്നു. ചോറൊക്കെ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പടലങ്ങ കറി, പിന്നെ നമ്മുടെ എന്താ വയലറ്റ് കളത്തിലുള്ള ക്യാബേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പേരി, ചിക്കൻ, അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫുഡ് എന്തായാലും വേണം, കാരണം മക്കളും ഹസ്ബൻഡും ഒക്കെ ഉച്ചക്കൊക്കെ വരുമ്പോഴത്തേക്കും ഫുഡ് റെഡിയാക്കാത്തൊരു പരിപാടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ പിന്നെ സ്റ്റോർ റൂമൊക്കെ ഒതുക്കി വെച്ചപ്പോൾ ലാസ്റ്റ് അതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് അരിപ്പൊടിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഒരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുന്നേക്കാളും നല്ലത് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് എന്താ പറയുക പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇബ്ബാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആവിയിൽ വെച്ച പൂവട ഉണ്ടല്ലോ, അത് ആവിയിൽ വേവിക്കണതാണ് കൂടുതൽ ഇഷ്ടം. മക്കൾക്കാണെങ്കിൽ ഫ്രൈ ആക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ആവിയിൽ ഉണ്ടാക്കാമെന്നില്ല, കാരണം മക്കൾക്ക് ആവിയിൽ ഇഷ്ടമാണ്, പക്ഷെ നല്ല ഇഷ്ടം പൊരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് പിന്നെന്താണ് ഞാൻ പറഞ്ഞൊന്ന് ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുകയുണ്ട്. അപ്പോൾ ഞാൻ പൊടി വാട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സാക്കി എടുത്ത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ചെയ്യുന്നു കേട്ടോ നമ്മുടെ പൂവട. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ നല്ലോണം തരിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ വെക്കൂലേ പത്തിരിക്ക് പൊടി വാട്ടാൻ, അങ്ങനെ വെള്ളം അളവെടുത്തിട്ട് വെച്ചിരുന്നു. പിന്നെ അതൊക്കെ എന്താണ് നല്ലോണം വാട്ടിയെടുക്കുകയാണ്. എന്താ പൊടിയൊക്കെ വാട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കരുതിയ മാതിരിയല്ല, നല്ല പണിയെന്ന് കേട്ടോ കുഴച്ചെടുക്കാൻ. നല്ലോണം കുഴച്ച് അവസാനം എന്താ പറയുക, കയ്യൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ. കാരണം പത്തിരിപ്പൊടിയും ചപ്പാത്തിപ്പൊടിയും മിക്സാക്കിയത് കൊണ്ടാവാന്നാണ് വിചാരിക്കുന്നത്, എനിക്കറിയില്ല എന്താണെന്ന്. നല്ലോണം കുഴക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി ഉണ്ടാക്കാൻ നേരത്തൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിരുന്നു. പിന്നെ അതിൻ്റെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അവിടെ പിടിച്ചിട്ട് അപ്പോഴത്തേക്കും ലുല്ല വന്നിട്ട് ലുല്ല പ്രസ്സാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആരെങ്കിലും ഒന്ന് പ്രസ്സാക്കി കിട്ടിയെങ്കിൽ എന്ന് കരുതി നിൽക്കുന്നു കേട്ടോ ഞാൻ. കാരണം ഞാൻ രാവിലത്തെ പണിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഒരു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാലിനൊക്കെ ഭയങ്കര വേദന. പിന്നെ ഈ പൊടി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ലുല്ല വന്നിട്ട് അത് പ്രസ്സാക്കി തന്നു. പിന്നെ ശർക്കര ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചിരണ്ടിയിട്ട് പാത്രത്തിലേക്ക് ആക്കി തന്നു കേട്ടോ മക്കൾ രണ്ടാളും കൂടി. പിന്നെ തേങ്ങ ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ശർക്കരയും തേങ്ങയും ഉള്ളിൽ ഫില്ലാക്കിയിട്ടാണ് കേട്ടോ പൂവട ഉണ്ടാക്കുന്നത്. പിന്നെ ലുല്ല വന്നിട്ട് ഇങ്ങനെ പ്രസ്സാക്കി തുടങ്ങിയപ്പോൾ പിന്നെ ഞാനത് മിക്സ് ഉള്ളിൽ നിറച്ചിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ആക്കാനും നിന്നു കേട്ടോ. എന്തായാലും പൂവട കുറച്ച് സമയം കൊണ്ടൊക്കെ റെഡിയായി. പിന്നെ ഞാൻ സ്റ്റീമർ വെച്ചിട്ട് അതിൽ ആവി കയറ്റാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കി കിട്ടിയപ്പോൾ. ഒന്നും പൊട്ടിയേ എന്താ പറയുക വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രണ്ടും മിക്സാക്കിയ മാവ് ഉണ്ടായതുകൊണ്ടേ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പൂവട റെഡിയായി കിട്ടി.
അപ്പോൾ ഞാനത് അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മരുബി കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചത്. കാരണം ഞാൻ അപ്പോൾ വിചാരിച്ചു പിന്നെ ചായൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക, സാവകാശം ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ നല്ല അടിപൊളിയായി, ഞാൻ പറഞ്ഞല്ലോ ഒന്നും പൊട്ടൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിയും കഴിഞ്ഞ് പിന്നെ ബാക്കി പണികളവിടെ കിടക്കല്ലേ, ബോട്ടിലുകളൊക്കെ അവിടെ അങ്ങനെ കഴുകി വെച്ച പോലെ തന്നെ ഇരുന്നുട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് സ്റ്റോർ റൂമൊക്കെ തന്നെ ഇങ്ങനെ സെറ്റാക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, ഈ പണികളൊക്കെ തീരാനുള്ളതാണ്. അപ്പോൾ രാത്രിയാണെന്നോ ഒന്ന് വൈകുന്നേരമായി അങ്ങനെ ഒന്നും നാളെ നോക്കാമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം ഇനി ബാക്കി നാളെ കിച്ചണും കൂടി എടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കി കിച്ചണും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം ചെയ്യണമല്ലോ എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് സെറ്റാക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പൊടികളും അതൊക്കെ ഞാൻ അതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ സ്റ്റോർ റൂമിലേക്ക് അതൊക്കെ കൊണ്ടുപോയി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മുളകും പൊടി പൊടിച്ചിട്ടുണ്ട്, മഞ്ഞളും മുളകും ഒക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് മുന്നേ ഞാൻ കുറച്ച് ഇതേപോലെ പൊടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് മാറ്റി കൊടുക്കുന്നില്ല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നല്ല കളർ ചെയ്യുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുളക് കഴുകിയപ്പോൾ തന്നെ നല്ല അടിപൊളി കളർ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ആ കാശ്മീരി ഞാൻ ഇതിലേക്ക് തന്നെ കൂട്ടി പൊടിച്ചിട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഇതിലേക്ക് തന്നെ ഇങ്ങനെ കൂട്ടി പൊടിച്ചത്. അപ്പോൾ നല്ല അടിപൊളി സുന്ദരി മുളകും പൊടി ആയിരുന്നു കേട്ടോ എൻ്റേത്. മഞ്ഞളും തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റോർ റൂമിൻ്റെ പണി ഇന്ന് രാത്രി തന്നെ തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും സാധനങ്ങൾ കിട്ടിയില്ല. ഇനി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാത്തിലും വേണ്ടത് വെച്ചാൽ മതി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ബോട്ടിൽ കഴുകി വെച്ചാൽ അതൊക്കെ ഒരു ഈസി ആയിരിക്കുമല്ലോ. പിന്നെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര, എന്താ ബിരിയാണിൻ്റെ അരി, നെയ്ച്ചോറിൻ്റെ അരി, പിന്നെ ബസുമതി അരി അങ്ങനെയൊക്കെ വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പഞ്ചസാര, പിന്നെ എന്താ പറയുക പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കിട്ടിയിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ബോട്ടിലൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ തുടച്ച് വെക്കാൻ കേട്ടോ. ഇനി ബാക്കി ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ സാധനങ്ങൾ കിട്ടിയിട്ട് ബോട്ടുകളൊക്കെ ഫില്ലാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ട്രേയിൽ ഇതാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെക്കൽ. ഞാൻ പറഞ്ഞല്ലോ ഓയിൽ, നെയ്യ്, പിന്നെ സുർക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ട്രേയിൽ ഒരു ഭാഗത്ത് വെക്കലാണ് കേട്ടോ. എന്നാൽ അതൊന്നും കളഞ്ഞു പോകില്ലല്ലോ, താഴെ പോയാലും ഈ ട്രേയിൽ തന്നെ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കടയടിച്ചിട്ട് ഇബ്ബ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു 8:30 ഉള്ളിലാണ് കേട്ടോ ഇബ്ബ ഷോപ്പ് അടിച്ചിട്ട് വരല്ലേ. അപ്പോൾ ആ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇബ്ബ അകത്തേക്ക് വരുമ്പോഴത്തേക്കും വേഗം ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഈ പണി കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വേഗം സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ഇനി ഇതിലൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇട്ട് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇടാൻ നിൽക്കണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വന്നാൽ പിന്നെ ഈ പണികളൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഇതൊക്കെ തന്നെ ഇങ്ങനെ അടച്ച് വെക്കാൻ കേട്ടോ. ഇനി നാളെ രാവിലെ ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ ഇനി ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ബാക്കിയൊരു പരിപാടിയില്ല. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ മൂടി വെക്കാൻ കേട്ടോ. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തേക്ക് ശ്രദ്ധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോർ റൂമിൻ്റെ ഒതുക്കൽ കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടുക്കളയിൽ ഒരു ഷോക്കേസിൽ ബോട്ടിലാണ് കേട്ടോ ഇട്ട് വെക്കൽ. ഇപ്പോൾ സ്റ്റോർ റൂമിൻ്റെ മൊത്തം പണിയും തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ സ്റ്റോർ റൂം ഞാൻ കരുതിയിലേറെ ഉഷാറായി നീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പണി എടുക്കണോ അത്രത്തോളം നീറ്റായി കിട്ടുമെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമ്മളെ സ്റ്റോർ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം എല്ലാതും ഇങ്ങനെ ക്ലിയറായി കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ അരി ഇതൊക്കെ ബക്കറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും അതൊക്കെ അവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ക്ലീനിങ് ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കിച്ചൺ ക്ലീനിങ്ങുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.